ഈ പറയുന്ന 3 പേരുകാരിൽ ആരാണ് ഉണ്ടാവുക എന്നാണല്ലോ സുപ്രധാനമായ ചോദ്യം. ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണ് പരിഗണിക്കുന്നതെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി ഉള്ളതെന്ന് നോക്കാം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ പറയുന്ന രാഷ്ട്രീയ രംഗത്തുള്ള അദ്ദേഹത്തിന്റെ പരിചയമാണ്, അനുഭവ സമ്പത്ത് എന്നുള്ളത് തന്നെയാണ്. ആ സീനിയോറിറ്റി തനിക്കുണ്ട് എന്ന് നേരത്തെ തന്നെ ചെന്നിത്തല വ്യക്തമാക്കിയതുമാണ്. മാത്രമല്ല നേരത്തെ മന്ത്രിസഭകളിൽ ഉണ്ടായതിന്റെ ഒരു അനുഭവ പരിചയമുണ്ട്. മാത്രമല്ല സംഘടനാ ചുമതലയുള്ള ഒരാളെന്ന നിലയിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പോയ പരിചയമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭരണരംഗത്ത് ശോഭിക്കാൻ കഴിയും എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. രണ്ടാമത്തെ ആൾ നമുക്കറിയാം കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാലിനെ അനുകൂലിച്ചാണ് കൂടുതൽ MLA-മാരും ഒക്കെ നിലവിലുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംഘടനാ തലത്തിൽ അദ്ദേഹത്തിനുള്ള ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരു സ്വാധീന ശക്തി. അതുകൊണ്ട് തന്നെ കൂടുതൽ അണികളും പ്രവർത്തകരും ഒക്കെ അദ്ദേഹത്തിനൊപ്പം ഉണ്ട് എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ നേതാക്കളും അല്ലെങ്കിൽ ഈ പറയുന്ന MLA-മാരിൽ ഒരു ഭൂരിഭാഗം പേരും ഹൈക്കമാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന ആൾ എന്ന നിലയിൽ കെ സിയെ പിന്തുണയ്ക്കുന്നു എന്നാണ് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത്. ഏറ്റവും ഒടുക്കം വി ഡി സതീശനാണ്. നമുക്കറിയുന്നത് പോലെ അണികളുടെയും പ്രവർത്തകരുടെയും ഒരു വലിയ വികാരമായി സതീശൻ മാറിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഫ്ലക്സ് യുദ്ധങ്ങളും അല്ലെങ്കിൽ ഈ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും കണ്ടതെല്ലാം സതീശന് വേണ്ടിയാണ്. അത് ഏറ്റവും അവസാനം കഴിഞ്ഞ മണിക്കൂറിൽ പോലും നമ്മൾ അത്തരം പ്രതികരണങ്ങൾ ആലുവയിൽ നിന്ന് കണ്ടു. നമ്മൾക്ക് മറ്റെല്ലാ നേതാക്കളെയും ഇഷ്ടമാണ്, പക്ഷേ മുഖ്യമന്ത്രിയെ നമ്മൾ സതീശനെ കണ്ടുപോയി എന്ന് അണികളും പ്രവർത്തകരും ഒക്കെ പറയുന്നുണ്ട്. നേരത്തെ വിപിൻ കഴിഞ്ഞ ബുള്ളറ്റിൽ ആലുവയിലെ വി ഡി സതീശന്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ അതാണ് പറയുന്നത്, വി ഡി സതീശന് മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പാർട്ടിക്കൊപ്പം ഇല്ല. അത്തരത്തിലുള്ള ഒരു വികാരം കൂടി ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. യെസ്, അപ്പോൾ ഈ 3 പേരിൽ ആരായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിലേക്ക് അടുക്കുന്നു എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള ചില ഇപ്പോഴത്തെ ഏറ്റവും പുറത്തു വരുന്ന വിവരങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കിനി അങ്ങോട്ടാണ്. നമുക്ക് ഇന്ദിരാഭവനിൽ നിന്നും റിനു ശ്രീധർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. റിനു, നമുക്കറിയുന്നത് പോലെ ഈ ഫലം വന്ന ദിവസമാണ് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ഇന്ദിരാഭവനിൽ അത്രമാത്രം തിരക്ക് കണ്ടത്. ആ തിരക്ക് ഇപ്പോഴുണ്ടോ? അവിടെ ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്? അവർ പറയുന്നത് എന്താണ്? ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ അവർ? പ്രജിൻ, അമൃത, എന്തായാലും ഇന്നെങ്കിലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കും, പ്രഖ്യാപിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് KPCC ആസ്ഥാനവും. ഇന്ദിരാഭവനിൽ രാവിലെ മുതൽ പ്രവർത്തകരുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം മുഖ്യമന്ത്രി അന്ന് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ദിവസം പായസം വെക്കാനുള്ള ഒരുക്കുകൂട്ടലൊക്കെ നടത്തിയിരുന്നു. ഇപ്പം കേക്ക് മുറിക്കാനുള്ള സംവിധാനവും പ്രവർത്തകരൊക്കെ തന്നെ വലിയ തിരക്കായിരുന്നു KPCC ആസ്ഥാനത്ത്. പക്ഷേ ഇന്ന് അത്ര തിരക്കില്ല. എങ്കിൽ പോലും പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. നേതാക്കൾ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അല്പസമയത്തിനകം മുഖ്യമന്ത്രി ആര് എന്നുള്ളത് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പ്രവർത്തകരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കുറച്ച് പ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണോ ഇവിടെ നിൽക്കുന്നത്? അതെ, പ്രതീക്ഷയിൽ തന്നെ. വൈകുന്നത് ജനങ്ങൾക്കിടയിൽ ഒരു അപമതിപ്പുണ്ടാക്കിയില്ല? ഒന്നുമില്ല, ഇതൊരു വലിയ പാർട്ടിയല്ലേ, അപ്പോൾ അതിൻ്റെതായ ഒരു തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും. ഈ ഏതെങ്കിലും തരത്തിലുള്ള പായസം വെക്കാനോ കേക്ക് മുറിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ടോ? എല്ലാ ഒരുക്കങ്ങളും പാർട്ടി എല്ലാത്തിനും സജ്ജമാണ്. ഞങ്ങൾ എല്ലാ ദിവസവും പ്രഖ്യാപിക്കാനുള്ള താല്പര്യം പാർട്ടി പ്രകടിപ്പിച്ചപ്പോഴൊക്കെ എല്ലാ രീതിയിലും സജ്ജരാണ്. ആരാകും മുഖ്യമന്ത്രി എന്നുള്ള എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അങ്ങനെയില്ല, ഹൈക്കമാൻഡ് പറയുന്ന ആരായാലും ഞങ്ങൾക്ക് സ്വീകാര്യനാണ്. ഓക്കെ, ആരായാലും സ്വീകരിക്കും. എന്താണ്, എങ്ങനെയാണ് ആഘോഷങ്ങളൊക്കെ? തീർച്ചയായിട്ടും വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഒരു മണ്ഡല സെക്രട്ടറിയാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രി വന്ന എൻ്റെ ആഗ്രഹം. എന്താ ആര് മുഖ്യമന്ത്രിയായാലും കേരളത്തിലെ ആരും മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് ആര് പറയുന്നോ അത് അംഗീകരിച്ചുകൊണ്ട് കേരളത്തെ മുഖ്യമന്ത്രി ഞങ്ങൾ വാനോട് ഉയർത്തിക്കൊണ്ടിരുന്നു പ്രകടനം മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട്. ആരായാലും കേരളത്തിൽ കോൺഗ്രസിന്റെ ആര് മുഖ്യമന്ത്രിയായാലും ഹൈക്കമാൻഡ് പറയുന്ന ഏത് മുഖ്യമന്ത്രി ആയാലും ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട്. ചേട്ടാ, എങ്ങനെയാണ് പ്രതീക്ഷകളൊക്കെ? എങ്ങനെയാണ്? നല്ല പ്രതീക്ഷയാണ്. ആരാകും മുഖ്യമന്ത്രി? ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ആരെയും കോൺഗ്രസ് പ്രവർത്തകർ ശിരസ വഹിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും പ്രജിൻ, ഈ തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ ഫ്ലെക്സ് യുദ്ധമൊക്കെ നടത്തുന്ന, തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ, ശക്തി പ്രകടനമൊക്കെ തന്നെ നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം. പക്ഷേ ഇന്നിപ്പോൾ KPCC ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നവർ ഹൈക്കമാൻഡ് ആരെ തീരുമാനിക്കുന്നോ അതവർ അംഗീകരിക്കും, സ്വീകരിക്കും, വലിയ ആഘോഷമായി മാറ്റും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. പ്രജിൻ, അമൃത. യെസ്, റിനു ശ്രീധരാണ് ഇന്ദിരാഭവനിൽ നിന്നുള്ള പ്രവർത്തകരുടെ വികാരങ്ങൾ എന്താണെന്ന് റിപ്പോർട്ട് ചെയ്തത്. അവർ പറയുന്നത് മിക്സഡ് റിയാക്ഷൻസ് ആണ് അല്ലേ. അപ്പോൾ എന്തായാലും ഒരു പേര് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഒരുമിച്ച് മുദ്രാവാക്യം വിളിച്ച് അതിനെ ആഘോഷമാക്കുമെന്ന് ഏറ്റവും ഒടുവിൽ ഒരു പ്രവർത്തകൻ പറയുന്നത് കേട്ടു. അത് നല്ല തീരുമാനം, അങ്ങനെ പോകട്ടെ. ഗ്രൂപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ അത് വീണ്ടും പാർട്ടിയെ കൂടുതൽ കുഴപ്പത്തിലേക്കാക്കും കൊണ്ടുപോവുക എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.